திருடன் உங்க வீடு விட்டு உடைக்கிறதுக்கு ரொம்ப முயற்சி பண்ணிட்டு இருந்தானே. ஐயோ இது திருட இல்ல மச்சான். அப்படியா? அண்ணே மன்னிச்சிடுங்க அண்ணே. இல்ல பரவாயில்ல, தெரியாம தானே. போங்க. சரிங்க, எல்லாரும் போங்க. வாங்க. വെള്ളം കിട്ടിയ വരവേട്ടാ. എന്തിനാ ഇപ്പൊ കരണേ? ആരും ഇല്ലാത്ത വീട്ടിന്റെ പൂട്ട് പൊളിക്കാൻ നോക്കിയാ പിന്നെ ഒരു തല്ലി കൊല്ലാണ്ടിരിക്കൂ. അകത്ത് നോട്ട് കെട്ടുകൾ അടക്കി വെച്ചിട്ടാന്ന് വിചാരിച്ചിണ്ടാവേ. അവരെന്നെ തല്ലിയില്ലല്ലടാ എനിക്ക് സങ്കടം. നിന്റെ ഇന്നലെ ഓർത്തിട്ടടാ മോനെ, ഒരു രാജാവിനെ പോലെ ജീവിച്ചത് എനിക്ക് സഹിക്കണല്ലടാ. ഇങ്ങനെ കരയല്ലേ, ആളുകൾ കാണും. ആര് കണ്ടോ എനിക്കെന്താ? എനിക്ക് എന്റെ സങ്കടം കറച്ചിട്ട് തീർക്കണം. ചന്ദ്രേട്ടാ 3Xന്റെ കുപ്പിടുത്തില്ലേ? ആ ഓൾഡ് മങ്ക് 3Xന്റെ ഒരു ഹാഫ് ബോട്ടിലേ സഞ്ചിയിലുണ്ടാവും. ഇതല്ലേ ഇതെന്താ? ഇതൊരു 250 വെളിച്ചെണ്ണ വാങ്ങിയതാ. വെളിച്ചെണ്ണ അവന്റെ തന്ത്ര തല തെച്ച് കുളിപ്പിക്കട്ടെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ കിണറ് വരെ വറ്റി. എങ്ങനെ വറ്റാണ്ടിരിക്കും? നമ്മുടെ ആളുകളുടെ മനസ്സ് അത്ര നല്ലതാ. കറക്റ്റാ. ഞാനൊരു സത്യം പറഞ്ഞ നീ ചിരിക്കോ? ഞാൻ ചിരിക്കും. നീ ചിരിക്കും, അതുകൊണ്ടല്ലേ നീ ഗുണം പിടിക്കാത്ത. മോനെ ചന്ദ്ര, ഞാൻ നിന്റെ ചേച്ചിയെ കിട്ടിയത് അവളുടെ സൗന്ദര്യം കണ്ടിട്ടാ, അല്ലെങ്കിൽ 15 പാവം കണ്ടിട്ടോ? നിന്നെ കണ്ടിട്ടാ. നിന്റെ തങ്കം പോലത്തെ മനസ്സ്. എന്തിനാ തൊളിക്കണേ? സത്യം പറഞ്ഞേട്ടാ ഞാൻ ചിരിച്ചു പോകും. പക്ഷെ ചന്ദ്രേട്ടൻ ചിരിക്കില്ല. ഇവൻ ചിരിക്കില്ല, ഇവന് ബുദ്ധിയുണ്ട്. നീ കൂടെ കൂടിയതാ അവന്റെ നാശം. ഓ 15 1 പാവം കുറഞ്ഞെന്നും പറഞ്ഞേ അന്ന് പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ ഈ പരമേടം തന്നെയല്ലേ ചന്ദ്രേട്ടാ? അത് വാക്ക്, അത് വേറെ കാര്യം. പരമേശ്വരൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. അതിപ്പോ സ്വന്തം അച്ഛനായാലും ഞാൻ സമ്മതിക്കില്ല. അളിയനിപ്പോ എന്നെ തിരക്കി വന്നതിന്റെ ഉദ്ദേശം എന്താ? സരോജിനി മക്കളും നിന്നെ കാണണം എന്ന് പറഞ്ഞ് എനിക്ക് ഇരിക്കപ്പുറത്തി തരണല്ല. പണ്ടൊക്കെ നീ വരണ ദിവസം ഞങ്ങൾക്ക് ഉത്സവ. ഇപ്പൊ എന്താടാ നീ ഞങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തെ? അന്ന് ഉത്സവം നടത്താൻ കയ്യിൽ നല്ല കാശുണ്ടായിരുന്നേ. 7 ലോറി ഉണ്ടായിരുന്ന മൊയലാളിയാ പിരിക്കണില്ലേ 2 വേണനെ പോലെ. നീ പോടാ. എന്റെ അളിയന് ഒരു പ്രശ്നമില്ല. 7 അല്ല 70 ലോറി വാങ്ങിക്കടാ നമ്മള്. അതിന് വേണ്ടിട്ടാടാ ഈ അളിയൻ വന്നിരിക്കണേ. അളിയനും കൂടി 70 ലോറിയൊക്കെ വാങ്ങുമ്പോ ഈ പാവത്തിനെ മറക്കല്ലേ. നമ്മളൊക്കെ ഒന്നാടാ പുകഞ്ഞ കൊള്ളികള്. നിന്റെ അനിയനുണ്ടല്ലോ എഞ്ചിനീയർ സാർ, അവനും ഭാര്യയ്ക്ക് ഇപ്പൊ നിന്റെ പേര് പറയണത് പോലും നടക്കടാ. ചീട്ടുകളിക്കാരനല്ലേ, കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ നിലയിലാക്കിയതാരാന്ന് പറഞ്ഞു. പക്ഷെ അന്നും ഇന്നും ഈ പരമേശ്വരന് നീ എന്ന് വെച്ചാ ജീവനാ. അറിയോ? അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേട്ടാ. ആ ഷർട്ടൂരി തന്ന തിരുമ്മം. ബോധമില്ലെങ്കിലും ഇവൻ ആള് നല്ലവനാ. പോയത് പോയി. ഇനി അതോർത്തിട്ട് ഇങ്ങനെ നത്തിനെ പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. വാർക്കത്തിലുള്ള കയ്യാത്. ഈ കയ്യിൽ ഇനിയും കാശ് വന്നു കയറും. നീ ധൈര്യമായിട്ട് ചീട്ടുകളി തുടങ്ങ്. അതിന് 10 10,000 ഈ അളി ഉണ്ടാക്കി തരും. കളിച്ച് കാശ് കിട്ടുമ്പോ നമ്മൾ ആദ്യം ഒരു ലോറി വാങ്ങും, എന്നിട്ട് പഴയ പോലെ സ്പിരിറ്റ് കടത്തും. നമുക്കൊരു വാരാടാ. എണീക്കാൻ. അളിയൻ കുളിച്ചിട്ട് അടുത്ത വണ്ടിക്ക് സ്റ്റാൻഡ് വിടാൻ നോക്കാം. കുത്തിയ പാടാ. മറുക ഭാഗ്യമറുക. പറഞ്ഞു കേട്ടത് പോലെ അല്ല. എന്ത് കേട്ടു? ചത്തു ചത്തിലെന്ന നിലയിൽ 4-5 മാസത്തോളം വിശാഖപട്ടണത്ത് ഒരു ആശുപത്രി കിടന്നു കേട്ടിട്ടുണ്ടോ? അപ്പൊ എവിടെയായിരുന്നു ഉത്സവ കമ്മിറ്റിക്കാര്? ആശുപത്രിയിൽ നിന്ന് വിട്ടിട്ടും കിടന്നു. പണിയെടുക്കാൻ പറ്റാണ്ട് 5-6 മാസം. തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരും, എന്റെ അമ്മ പോലും. ഈ വിവരമില്ലാത്ത തെണ്ടി മാത്രമേ ഉണ്ടായുള്ളൂ. എന്റെ മരുന്നിനും ചെലവിന് ഇവൻ പെട്ട പെടാപ്പാടെന്താന്ന് ആർക്കും അറിയില്ല. അന്നൊന്നും ആരുമില്ല. ഇപ്പൊ ഞാൻ ചീട്ട് കളിച്ച് സ്പിരിറ്റ് നടത്തിയും കാശുണ്ടാക്കി തരണം. എന്നിട്ട് നാട്ടിൽ വന്ന് ഉത്സവം നടത്തണം. എന്റെ അളിയൻ പോ. മോനെ, അത് വിശാഖപട്ടണത്തെ ആസ്പത്രിയിൽ ഞങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ നീ ബോധമില്ലാണ്ട് ഐസിയുവിൽ കിടക്കല്ലേ? സതീശ് ഒരു 5000 റുപ്യ അതാ ഇവന്റെ കൊടുക്കുകയും ചെയ്തു. ഇല്ലടാ? ആയിക്കോട്ടെ, സന്തോഷം. എനിക്കൊരു പരാതിയില്ല. നിങ്ങൾക്കൊക്കെ എന്തിനും കണക്കുണ്ട്, എനിക്ക് കണക്കില്ല. കച്ചവടം നടത്തി കടം കയറി എന്റെ അച്ഛൻ കെട്ടിത്തൂങ്ങി ചത്തപ്പോ ഞാൻ കൊച്ച. 13 വയസ്സ്, ഒരമ്മയും 4 മക്കളും. എങ്ങനെ ജീവിക്കും? എടുത്താ പൊങ്ങാത്ത കടം. എന്റെ അമ്മ ഒരു എളുപ്പവഴി കണ്ടുപിടിച്ചു. കഞ്ഞിയിൽ വിഷം കലക്കി 4 മക്കളെയും വിളിച്ചിരുത്തി വിളമ്പി. അമ്മയുടെ കയ്യിൽ നിന്ന് ആ കഞ്ഞിയും കലവും വാങ്ങി വലിച്ചെറിഞ്ഞിട്ട് അന്തവും കുന്തവും ഇല്ലാത്ത ഈ ലോകത്തേക്ക് ഇറങ്ങി വന്നവനാ ചന്ദ്രഹാസൻ. 14 വയസ്സില്. ചെയ്യാത്ത പണിയൊന്നുമില്ല. കട്ടിട്ടുണ്ട്, പിടിച്ചു പറിച്ചിട്ടുണ്ട്, കള്ളച്ചാരാൻ പാറ്റിയിട്ടുണ്ട്. ചെയ്യാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. അങ്ങനെയാ നിങ്ങൾക്ക് 15 പവൻ തന്നത്.
എല്ലാരെയും വളർത്തി വീടുണ്ടാക്കി. സതീശൻ എഞ്ചിനീയറായി. സുധയ്ക്ക് 100 പവൻ. അതിനൊന്നും എന്റെ കണക്കില്ല. വേണ്ട, ആരും വേണ്ട. ഞാൻ ഒറ്റയാ. പക്ഷെ എല്ലാരും നന്നായി. അത് മതി. എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു. എന്ത് തോന്നിയാസം ചെയ്യുമ്പോഴും ഒന്നേ ആലോചിച്ചിട്ടുള്ളൂ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ, എന്റെ അനിയത്തിക്ക് വേണ്ടിയാ, എന്റെ അനിയന് വേണ്ടിയാ. ഞാൻ മാത്രം അട്ടയെ പോലെ പൊട്ടക്കുളത്തില്. അവിടെ നിന്നെ കൈപിടിച്ച് കയറ്റിയ ഒരു പെൺകുട്ടിയുണ്ട്. അവക്ക് കൊടുത്ത വാക്ക് മാത്രം പറ്റില്ല. അവള് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും സമാനായില്ലേ? കുരം കളിച്ചും മണ്ടം കളിച്ചും ഒന്നും ഓർക്കം വിടത്തെ കൊണ്ടു നടക്കാൻ ഞാൻ. അതിന് ഞാനൊരു നല്ല കാര്യമില്ല പറഞ്ഞു. ഇനിയും നല്ല കാര്യം പറഞ്ഞ് താനോട് നിന്നാ. നേരത്തെ കണ്ടില്ല കുറെ തെണ്ടിക്കൂട്ടങ്ങള്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഈ കൈയും കാലും മുറിച്ച് മീശം പറിച്ച് നാട്ടിലേക്ക് പാർസലായിട്ട് വിടും. വീട്ടിൽ ചെല്ലുമ്പോ സരോജിനേച്ചിക്ക് മക്കൾക്ക് കണ്ടാ മനസ്സിലാവില്ല. വിവരല്ല. ഒരു നല്ല കാര്യം പറഞ്ഞ തലേ കയറില്ല. ബാംഗ്ലൂർക്ക് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ വച്ചാ? അച്ചോ ഉറങ്ങിയ അത് കൊള്ളാം. ഞാനൊന്ന് കണ്ണടച്ച കുറ്റ. അത് ശരി, കണ്ണു തുറന്നു ഉറങ്ങണേ. എന്താ എനക്കറിയാ ആലോചിക്കണേ? വല്ല കണ്ടുപിടുത്തം നടത്താൻ പോകണ്ടോ? വാ, ചോറിന് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കണ്. എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് വേണ്ടിയാണ് മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. അത് പറ്റില്ല. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ, എനിക്ക് ചന്ദ്രേട്ടാ. കുട്ടികളെല്ലാം ഉറങ്ങി. വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. കള്ളൻ തരും. എഴുന്നേറ്റ് പോടാ. മാട്ടേ, ഞാൻ പോക മാട്ടേ. പിന്നെ എതുക്ക് എന്നെ കല്യാണം പണി കൊണ്ടുവന്ന ചന്ദ്രേട്ടാ? എന്റെ കരളേ, പന്നിമോറിനെ കൊണ്ട് ഞാൻ തോറ്റു. കട്ടിപ്പുടി കട്ടിപ്പുടിടാ, കണ്ണാള കണ്ടപ്പട്ടി കട്ടിപ്പുടിടാ, കാശ്മലൻ കഥമചുണ്ടൻ. മനുഷ്യന്റെ കൊടല് കരിഞ്ഞ് മണം വരുമ്പോളാ സ്വപ്നം കാണല്. അതിന് കാണാൻ ഒരുപാടുണ്ടല്ലോ. എന്റെ ഒരു വിധിയേ, നല്ല ഒന്നാന്തൊരു ആൺകുട്ടി. ചോറുവെപ്പ്, അലക്ക്, പെരടിച്ചു വാരില്ലേ, അങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പോലെ സകലതും ചെയ്തു കൊടുക്കണം. എന്നാലും ചീത്ത ബാക്കി. നീ സകലതും ചെയ്തു തരണുണ്ടോ? കൂടെ കിടക്കണില്ല, അത്രല്ലേ ഉള്ളൂ. അതിന് ഞാനൊരു ആൺകുട്ടിയായി പോയി, ഇല്ലെങ്കിൽ അതും ചെയ്തെന്ന് തന്നെ. ഓ, നീ ഒരു പെണ്ണാവാതിരുന്നത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നീ എന്റെ മുറപ്പൻ. എന്റെ അമ്മേ, പെണ്ണായി ജനിക്കാത്തതിന് നിന്നെ ഞാൻ തൊഴുന്നു. എന്താ ഇതിൽ ഉപ്പിട്ടിട്ടില്ലടാ? ഉപ്പിട്ടാ പോരെ. ഇതാണ് ചന്ദ്രേട്ടാ ജീവിതം എന്ന് പറയണത്. ഈ പരിപ്പേറി പോലെ. നീ എന്താ വെള്ളം അടിച്ചിട്ടുണ്ടോ? തത്വം വരുന്നു. ഇത് വെള്ളമടിക്കാത്ത തത്വ. ഉപ്പ് കുറഞ്ഞ സുഖല്ല, ഉപ്പ് കൂടിയാലോ കയ്പ്. ഇതാണ് മോനെ ചന്ദ്രഹാസ ജീവിതം. ಟ್ರಿಪ್ ಎಲ್ಲಿಗೆ? ಬ್ಯಾಂಗ್ಳೂರ್ಗೆ. ಒಂದು ಲಿಫ್ಟ್ ಕೊಡುವುದಾ? ಬೆಳಿಗ್ಗೆ ಬೆಂಗಳೂರಿನಲ್ಲಿ ಬಿಟ್ಟದೇ ಸಾಕು. ನಿನ್ನೆ ಜೊತೆ ನಾನು ಬರ್ಬೋದಾ? ಬೇಡಪ್ಪ ಬೇಡ. ಗುರು ನಿದ್ರೆ ಮಾಡದೆ ಹೋಗ್ಬೋದು. സാധന കൊള്ളാം. അധികം ഓടിയിട്ടില്ല. എന്താ ഓടിക്കണം? ഓടിക്കൊന്നും വേണ്ട, വെറുതെ വർത്താനം പറഞ്ഞിരിക്കാലോ. നിനക്ക് വായിക്കാൻ ഒരുപാട് കൊച്ചു കൊച്ചു പുസ്തകങ്ങളില്ലേ, അതുപോരെ? നമുക്ക് അതിനൊന്നും യോഗല്ല. എനിക്ക് വയസ്സെത്രയെന്ന് അറിയാലോ. നീ വയസ്സറിയിച്ചാണെന്ന് എനിക്കറിയാം. എടാ, നമ്മുടെ മണിയണ്ണന്റെ മോളെ നിനക്കൊന്ന് ആലോചിച്ചാണ്. അർഹതപ്പെട്ട മുറപ്പെടേണ്ട കാര്യത്തിൽ എന്നെ ചതിച്ച ആളാ ഇപ്പൊ ആലോചനയും കൊണ്ട് വന്നിരിക്കണേ. നല്ല കുളിച്ചത് പറയും ഞാൻ. എന്തിനാ ഈ വിളിക്കണേ? എന്റെ പെങ്ങളെ കെട്ടാൻ നല്ല യോഗ്യനാ നീ, ആളുകൊണ്ടും ബുദ്ധി കൊണ്ടും. എനിക്ക് എന്തൊരു കുറവ്? സൗന്ദര്യല്ലേ, അത് വിദ്യാഭ്യാസം. നീ സിനിമ നടനെ പോലെയല്ലേ ഇരിക്കുന്നത്. പിന്നെ പഠിപ്പ്, അതിന് നീ അവളേക്കാക്കേമൻ. അവള് വെറും MA, നീ SSLC, അത് 4 പ്രാവശ്യം ഫെയിൽ. നമുക്കെടുത്ത് പോവാം. ഇപ്പൊ രക്ഷപ്പെടണം. വണ്ടി എടുക്കണ്ടേ ചന്ദ്രേട്ടാ? ചന്ദ്രേട്ടാ, വെറുതെ പുലിവാലി പിടിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പിടിച്ച് കേട്ടാ, പിടിക്ക്.
തെറ്റിപ്പോയിന്താ? ചെന്നിട്ടില്ല. ഞങ്ങൾക്ക് ഹമ്മിസെ ഹോസ്പിറ്റലിൽ ले जाएंगे. അതാ നല്ലത്, അവർ കൊണ്ടുപോയിക്കോട്ടെ. नहीं सर. ചന്ദ്രേട്ടാ, ഇവനെന്താ കണ്ണുമുക്കില് ഇടിച്ച് കൊന്നനവൻ. മഹാമണ്ഡലത്തിലെ ചന്ദ്രേട്ടൻ കാട്ടിയെ അവര് നല്ല ആൾക്കാരെ ആശുപത്രിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് വന്നത് തലേന്ന് ഒഴിഞ്ഞു പോയനെ. മോശം. അത്ര വലിയ ത്യാഗം ശരിയല്ല. നമുക്ക് പറ്റിയ നമ്മളെ. ഏറ്റോ അയ്യോ ചോര ചത്തനെ റൂട്ടി തട്ടിടും. എന്റെ ഈശ്വര. ഓ നെഞ്ചിരിക്കുന്നുണ്ട്. ഭാഗ്യം. ചന്ദ്രേട്ടാ മരിച്ചോ? മരിച്ചോല്ല. പിന്നെ അയ്യോ പെണ്ണ്. തെണ്ടി, ഈ നേരത്ത് നിനക്ക് ഇതേ വിചാരമുള്ളൂ അല്ലടാ? ഓ അതല്ല, ഇയാളൊരു പെണ്ണാ. എന്താ പെണ്ണോ? ആ നോക്കിയേ. ഓ, പാവം, നല്ല കിളുന്ത് പോലത്തെ കുട്ടി. കിളുന്തായാലും കായായാലും പാതിരാത്രിക്ക് മനുഷ്യനെ തുളയ്ക്കാൻ കണ്ണിച്ചോറില്ലാത്ത വർത്താനം പറയരുത്. കണ്ണും മൂക്കിലാണ്ട് വണ്ടി ഓടിച്ചിട്ട് മനസാക്ഷി വേണം, മനസാക്ഷി. എന്ത് വേണം? വേഗം വണ്ടി വേണം നോക്ക്. എന്റെ അകലൂർക്കാവിലമ്മേ, ഞാനൊരു പട്ടുകുരി തന്നോളാം. കുഴപ്പം വരുത്തല്ലേ. അയ്യോ അവരെന്നെ പെണ്ണാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. എടുത്ത് പോ ചന്ദ്രേട്ടാ. അവര് നമ്മളെ വിടാൻ പോകും. ಏನಾಯ್ತು? ಎಕ್ಸ್ರೇನಲ್ಲಿ ನೋಡ್ಬೇಕು. ಆದ್ರೆ ಯಾವ್ದು ಮಾತಾಡೋದಕ್ಕೆ ಯಾವ್ದು എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ല. എന്നാലും നാളെ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. അതെ ഇങ്ങോട്ട് വന്നേ. അതൊക്കെ ഇവര് നോയിക്കോട്ടെ. നമുക്ക് തടി കൊണ്ട് സ്ഥലം വിടുന്നല്ല ബുദ്ധി. അല്ലെങ്കിൽ ഇടീനിയും പാഴ്സലായിട്ട് വരും. അങ്ങനെ രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റില്ല. നാളെ പോലീസ് വന്നിട്ട് പോകാൻ പറ്റൂ. എന്റെ അമ്മ ഇവിടെയും മലയാളികളോ? ഇനി പോലീസുകാരുടെയും കൊള്ളല്ലോ ഭഗവാനെ. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ ലോഡ് ഇറക്കിയിട്ട് വരാം. ഞാൻ ഒറ്റയ്ക്കോ? എനിക്ക് പേടിയാ. എന്നാ ഞാൻ ഇവിടെ നിൽക്കാം, നീ ലോഡും കൊണ്ടുപോ. എന്നാ ലോറിയുടെ താക്കോല്. മനുഷ്യനോട് പട്ടിയാക്കരുത് കേട്ടോ. 4-5 കൊല്ലായി വാല് പോലെ കൂടെ കൂടിയിട്ട് ഇതുവരെ സ്ഥിരവും തൊടാൻ സമ്മതിച്ചിട്ടുണ്ടോ? നിനക്കവനൊന്നും നേരമില്ലല്ലോ, പഞ്ചാരടിക്കല്ലേ നേരമുള്ളൂ. അതെ, ഇത്തിരി സൗന്ദര്യമുള്ളവരോട് പെണ്ണുങ്ങൾ ചിലപ്പോ ചിരിക്കും, സംസാരിക്കും. ഇതിലൊന്നും അസൂയപ്പെട്ട് കാര്യമില്ല. മോന്തണ്ടില്ലേ എട്ടുപോത്ത്. അസൂയ പനി 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 തീരല്ല. എന്താ ചെയ്യാ? മോൻ വെറുതെ പനിക്കണ്ട. നിന്റെ ബാഗ് അസൂയ